ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാന്താരി കിങ്ങിണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇലയുടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് വാഴയിലേക്ക് പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ വാഴയില കൊണ്ട് നമുക്ക് ശർക്കരയും തേങ്ങയും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഇലയുടെ ഇല്ലേ, പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഇലയുടെ ഇന്നത്തെ വൈകുന്നേരത്തെ പലഹാരം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് ചൂടാക്കാനായിട്ട് വെക്കാം. ആ വെള്ളം തിളച്ച വെള്ളത്തിലാണ് നമ്മൾ അരിപ്പൊടി കുഴയ്ക്കുന്നത്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം വെള്ളം തിളച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് അരിപ്പൊടി എന്ന് പറയുന്നത് പത്തിരിയോ ഇടിയപ്പോ ഉണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ വേണ്ടത്. ശിവത ചെയ്യാന്നും പറഞ്ഞ് ആദ്യമേ മുൻകൈ എടുത്തു വന്ന് അരിപ്പൊടിയൊക്കെ ഇട്ടു. അരിപ്പൊടി ഇട്ടിട്ട് ശിവത ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്ത് ചേർത്ത് അതിൻ്റെ കൂടെ ശർക്കരയും കൂടെ എടുത്ത് അതിലോട്ട് തട്ടി. ഞാൻ എത്രയും വിചാരിച്ചില്ല ശിവത ചെയ്യുമെന്ന്, പക്ഷെ ശിവത അതിൽ ശർക്കരയും കൂടെ എടുത്ത് തട്ടിയായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വന്ന് ഈ ശർക്കരയൊക്കെ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് പിന്നെ അത് പരിപാടി വീണ്ടും തുടങ്ങിയത്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇതിൽ ശർക്കരയുടെ കൂടെ തേങ്ങയും ഏലക്കയും കൂടെ കുഴച്ച് വെച്ചു. ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കുഴച്ച് അതിനെ ശരിയാക്കി വെക്കണം. ശിവത പുറകിൽ ഒത്തിരി ശല്യമായിട്ടുണ്ട്. അത് ഇച്ചിരി കഴിക്കാൻ വേണം. ഞാൻ കുറച്ച് കഴിക്കാൻ കൊടുത്തു. അതിനോടൊപ്പം തന്നെ മാവിനെ ചൂടുവെള്ളം ചേർത്ത് ശിവത മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് കൂടിയിട്ടുണ്ട്. ശിവത കൈയിട്ടൊക്കെ അതിനെ ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കിയിട്ട് ശിവതയെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ തന്നെ തിരിച്ച് മേടിച്ച് മാവ് മിക്സിങ് തുടങ്ങി. ചൂടുവെള്ളം, ആവശ്യത്തിന് ചൂടുവെള്ളം, നമ്മൾ ഉപ്പും നെയ്യും ചേർത്ത് വെച്ചിരുന്ന ചൂടുവെള്ളം അതിനായിട്ട് നന്നായിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് മിക്സാക്കി ഇലയുടെ ഉണ്ടാക്കാനുള്ള ഒരു പരുവത്തിന് നമുക്ക് കൈക്കകത്ത് വെച്ച് കുഴച്ച് വെക്കാൻ പറ്റുന്ന ഒരു പാകത്തിലോട്ടാക്കി വെക്കണം. ശിവത അതിനിടയ്ക്ക് കമൻട്രി ഒക്കെ പറയുന്നുണ്ട്, നമുക്ക് വേറെയൊക്കെ ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കമൻട്രി പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും സമ്മതിച്ചില്ല. ഇനി ശിവതയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഒന്ന് ചൂടുവെള്ളം, മാവിനും ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിൽ ശർക്കര ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് അതിൽ ശർക്കര എല്ലായിടം പറ്റിയിട്ടുണ്ട്. അന്ന് ഞാൻ കാര്യമാക്കിയില്ല, ഇനി കുഴച്ചെടുത്തു. അപ്പോൾ ഗായ്സ്, അമ്മ വാഴയിലയുടെ തണ്ടൊക്കെ കീറി അങ്ങ് നൈസിന് കളയാണ്. വാഴയില വാട്ടിയ വാഴയിലയാണ് കേട്ടോ. വാഴയില പറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ ഞങ്ങൾ നന്നായിട്ട് വാട്ടിയെടുത്ത് വെച്ചിട്ട് അതിൻ്റെ നടുക്കുള്ള തണ്ടിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ്. അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് വെക്കാൻ പാകത്തിന്. അതിനുശേഷം ആ ഇല എടുത്തിട്ട് അതിനകത്തോട്ട് കൈ നനച്ചതിന് ശേഷം മാവ് ഒരു ചെറിയ ബോൾ പോലെ ഉരുട്ടിയെടുത്ത് അതിനെ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അതിനൊന്ന് സ്മൂത്തായിട്ട്, വളരെ ഫൈനായിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് കട്ടി കുറച്ച് അതിനൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പരത്തിയെടുക്കണം. നല്ല സ്മൂത്തായി അതിനെ പരത്തി വെച്ചു. ഞാൻ എടുത്തപ്പോൾ മാവ് കുറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെയും കുറച്ചും കൂടെ എടുത്തിട്ടാണ് അതിനെ സെറ്റാക്കി മാവ് വെച്ച് ഇച്ചിരി കൂടെ വലിപ്പത്തിനാക്കാമെന്ന് കരുതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങയും ശർക്കരയും ഏലക്കയും ചേർത്ത പൊടിയുണ്ടല്ലോ, അത് നന്നായിട്ട് ഇതിനകത്തോട്ട് വെച്ച് സ്റ്റഫ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടല്ലോ. അത് സ്റ്റഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള മാവ് തീരുന്നത് വരെ ഇതിനെ ഓരോന്നിനെ നമുക്ക് അങ്ങനെ സ്റ്റഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് നമ്മളൊരു ഇഡ്ഡലി പാത്രം എടുത്ത് ആ ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് ഈ അടിയിൽ വെള്ളം വെച്ചതിന് ശേഷം ഇലയുടെ എല്ലാം മേളിലടുക്കി അടച്ച് ഗ്യാസിനകത്തോട്ട് വെക്കണം. ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിട്ട് ഇലയുടെ ആ കളറൊക്കെ മാറി ഒരു ചെറിയ ഒരു ബ്രൗൺ കളറിലോട്ട് മാറി വരും. അപ്പോഴത്തേക്കും നമുക്ക് ഇഡ്ഡലി പാത്രം തുറന്നു കൊടുക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കത് എടുത്തിട്ട് കഴിക്കാനുള്ള പാകമായി. ശിവത ഒരുപാട് തവണ വന്നിട്ട് അത് എന്തായിരിക്കും നോക്കിയെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് നോക്കി എടുത്ത് സെറ്റാക്കിയതിന് ശേഷം പാത്രം തുറന്നപ്പോൾ നല്ല മണം. അപ്പോഴത്തേക്കും ഞങ്ങൾ എടുത്തു.
ശിവതയ്ക്ക് തന്നെ ആദ്യം കൊടുക്കാമെന്ന് കരുതി. ശിവത വായും തുറന്ന് കാത്തിരിപ്പായിരുന്നു. പിന്നെ തണുപ്പിച്ച് ശിവതയ്ക്ക് കൊടുത്തു. ശിവത സൂപ്പർ എന്നാ കേട്ടാ പറഞ്ഞത്. സൂപ്പറാ കൂട്ടുകാരെ, ഇത് എല്ലാവരും കഴിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.